ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ആദ്യത്തെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് ക്രോഷയുടെ ഒരു 30 ദിവസത്തെ സീരീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ ആദ്യത്തേതിൽ നമ്മൾ ബേസിക് സ്റ്റിച്ചും അതുപോലെ തന്നെ ബേസിക് ചെയിനും എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പഠിക്കുന്നത്. ഈസിയാണ് കേട്ടോ. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ക്ലാസ്സാണ്. അപ്പം അതിൽ ഏറ്റവും ബേസിക്കായിട്ട് അറിയാത്തവർക്കും കൂടെ എങ്ങനെ ഈസി ആയിട്ട് ക്രോഷേ പഠിച്ചെടുക്കാം എന്നുള്ള രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നൂലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഹുക്ക് സൈസും അതുപോലെ തന്നെ ത്രെഡിൻ്റെ പ്ലൈ ഒന്നും ഞാനിവിടെ നോക്കുന്നില്ല. ജസ്റ്റ് നമ്മളെങ്ങനെ ഒരു ചെയിൻ സ്റ്റിച്ച് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന ഒരാൾ നമ്മൾ എപ്പോഴും ഇതുപോലൊരു ചെയിൻ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ സാധാരണ പാൻറ്റിലൊക്കെ കെട്ടാറുള്ള അതുപോലെ തന്നെ ഇതാണ് ഈ ഒരു സ്റ്റിച്ചിനെ പറയുന്നതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ഇത് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് തന്നെ നമുക്ക് കൈ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതൊരു ചെയിനാണ്. ഒന്നുകൂടെ കാണിക്കാം ഞാൻ. ഇതിപ്പം നമ്മളിത് ഇതുപോലെ കയ്യിലെടുത്തു, ഒരു വട്ടം ചുറ്റുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ത്രെഡ് പുറത്തോട്ട് വലിച്ചെടുക്കുക. ഇത് തന്നെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഹുക്ക് കൊണ്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ എടുക്കുക, നമ്മൾ ഹുക്ക് ഇവിടെ ഉണ്ട്, ജസ്റ്റ് അതിൻ്റെ അടുത്ത് വലിച്ചെടുക്കുക. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, അപ്പം നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ചെയിൻസ്. നമ്മൾ കൈ കൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഇതുപോലെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നോക്കാം. അതിന് ശേഷം നമ്മൾ ഈ ഒരു ത്രെഡില്ലേ, ഇതുപോലെ ഉള്ളിന്ന് വലിച്ചെടുക്കുക. ഞാനിപ്പോൾ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. നോക്കി, ഇതുപോലെ കണ്ടോ, ഇവിടെ ഒരു ചെയിൻ രൂപപ്പെട്ടു. അടുത്തത് വീണ്ടും നമ്മൾ വലിച്ചെടുക്കുക. അടുത്ത ചെയിൻ വീണ്ടും നമ്മളിതുപോലെ വലിച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ ഈ ഒരു വി എന്ന് പറയുന്ന ഈ ഒരു ലൂപ്പ് പോലെ കാണുന്നില്ല, ഇതാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ഫസ്റ്റത്തത് ഇത് സ്ലിപ്പ് നോട്ടിൻ്റെ സ്റ്റിച്ചാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഓരോന്നും ഓരോ ചെയിനാണ്. അപ്പോൾ ഇത് 1 ചെയിൻ 2 3. അപ്പോൾ അടുത്തത് നമുക്ക് വേറൊരു ചെയിൻ ഉണ്ടാക്കാം. ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹുക്ക് കൊണ്ടും ഈ ഒരു ചെയിൻ ചെയ്യുന്നത് ഈസിയാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിക് മനസ്സിലായി. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ത്രെഡിലും കൂടെ ത്രെഡല്ല, വലിയൊരു സാറ്റിൻ റിബണിൽ കൂടെ ഇത് ചെയ്ത് കാണിച്ചു തരാം. ഇതൊരു സാറ്റിൻ്റെ വള്ളിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ നമുക്ക് ചുറ്റിക്കൊടുക്കുക. അടുത്തത് ഇതിൻ്റെ കൂടെ വലിച്ചെടുക്കുക. ഒരു ലൂപ്പായി. ഫസ്റ്റത്തെ ഇതെന്ന് പറയുന്നത് സ്ലിപ്പ് നോട്ട്. ഓക്കെ, അടുത്ത ഒരു ചെയിനാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കണ്ടോ, നമ്മളിത് കുറച്ച് വലിച്ച് താഴെ കൊടുക്കുക. വീണ്ടും ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഹുക്ക് കൊണ്ടും ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ 1 2 3 ഈ ഒരു രീതിയിൽ നമ്മൾ ഹുക്ക് കൊണ്ട് എങ്ങനെ ചെയ്തെടുക്കുക, ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുന്നു. പക്ഷേ ഇതിൽ നമ്മൾ ഹുക്ക് നമ്മുടെ കൈക്ക് ഗ്രിപ്പ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാനിവിടെ സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കിയെടുക്കുന്നു. ഓക്കെ, ഇതിലോട്ട് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ലൂപ്പിൽ നിന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഹുക്കിലോട്ട്. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വലുതായിട്ടുള്ള ഭാഗമുണ്ട്, ഇതിന് ചെറുതായിട്ടുള്ള ഭാഗമുണ്ട്. ഈ ഒരു വലുതായിട്ടുള്ള ഭാഗം ഈ കൈ കൊണ്ട് നമുക്ക് ഇതുപോലെ എടുക്കാം. എന്നിട്ട് നമ്മൾ അടുത്തത് ഈ 2 വിരലും ഇതിങ്ങനെ ടൈറ്റ് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെയാണ് പിടിക്കേണ്ടത്. ഫസ്റ്റ് ഇതിന് 2 ഭാഗമുണ്ട്. ഒന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഭാഗം, പിന്നെ ഒരു ലെങ്തി ആയിട്ടുള്ള ത്രെഡ്. ആ 2 ത്രെഡിലോട്ട് നമുക്ക് ഈ 2 വിരൽ കൊടുക്കാം. ഇത് ഇവിടെ, എന്നിട്ട് ഇതുപോലെ ചുറ്റിക്കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഫസ്റ്റത്തെ തംബ്നെയിലും അതുപോലെ മിഡിൽ ഫിംഗറും വെച്ചിട്ട് ഇവിടെ ഈ ഒരു നോട്ടിലേക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് 2 രീതിയിൽ ഈ ത്രെഡിനെ ഇതിൻ്റെ ഉള്ളിലോട്ട് വലിച്ചെടുക്കാൻ പറ്റും. ഒന്ന് യാൺ ഓവർ എന്ന് പറയും, പിന്നെ യാൺ അണ്ടർ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ എപ്പോഴും യാൺ ഓവർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഈ ഒരു ഗ്യാപ്പിൽ, നമ്മുടെ ഈ 2 ഫിംഗറിൻ്റെ ഗ്യാപ്പിൽ നമുക്കിവിടെ ത്രെഡ് കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു
ഹുക്ക് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വലിച്ച് എടുക്കാം. ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു രീതിയിൽ വേണം വലിച്ചെടുക്കാനായിട്ട്. നമുക്കിവിടെ ഒരു ചെയിൻ റെഡിയായി. ഇനി അടുത്തൊരു ചെയിൻ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കാം. ഈ ഒരു പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ 2 ചെയിൻ ചെയ്തു. ഇത് 3ാമത്തെ ചെയിനാണ്. അടുത്തൊരു ചെയിൻ 4, 5, 6. നമുക്ക് ഓരോ ചെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സപ്പോർട്ട് 2 വിരലിൻ്റെ സപ്പോർട്ട് ആ ഒരു ചെയിനിലോട്ട് കൊടുക്കാം. അപ്പം ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു മീഡിയം ടെൻഷനാണ് നമുക്ക് കൊടുക്കേണ്ടത്. ടൈറ്റും ആവാൻ പാടില്ല, ലൂസും ആവാൻ പാടില്ല. അതുപോലെ വേണം നമുക്ക് ത്രെഡ് ഇതിലോട്ട് വലിച്ചെടുത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഓരോ ത്രെഡ് കഴിയുന്ന പോലെ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ലോസ് കൊടുക്കുക. ഒരു മീഡിയം ടെൻഷനിൽ വേണം നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ എല്ലാ ചെയിനും ഒരുപോലെ ആവാൻ ശ്രദ്ധിക്കുക. ഉണ്ടോ, ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു വി പോലത്തെ ഈ ഒരു ഇതാണ് നമ്മൾ സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യുന്നത്. 1 2 3 4 5 6 7 ചെയിനാണ് ഞാനിവിടെ ചെയ്തത്. അപ്പോൾ നമ്മൾ 8 9 10 10 സ്റ്റിച്ച് ചെയിനുകൾ ഞാനിവിടെ ചെയ്തു കഴിഞ്ഞു. നമുക്ക് ഇതിൽ എങ്ങനെയാണ് സിംഗിൾ ക്രോഷേ ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ ഇവിടെ 10ാമത്തെ സ്റ്റിച്ച് ഇതിലോട്ട് നമുക്ക് വീണ്ടും പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത സ്റ്റിച്ച് നോക്കാം. ഈ 9ാമത്തെ സ്റ്റിച്ചിലോട്ടാണ് ഇപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് എണ്ണുമ്പോൾ ഇത് 2ാമത്തെ സ്റ്റിച്ചിലോട്ടാണ് ഞാനിവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് വീണ്ടും അതേ പ്രോസസ്സ് തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു ത്രെഡ് ഇതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ നമുക്ക് 2 ത്രെഡുകൾ ഉണ്ടാവും ലൂപ്പ് പോലെ. ഇപ്പം ഈ ഒരു 2 ത്രെഡിലോട്ടും നമുക്ക് ഹുക്ക് കൊണ്ട് അടുത്തൊരു ലൂപ്പ് ചെയ്യാം. ഇവിടെ ഒരു ചെയിൻ പോലെ. ഓക്കെ, അപ്പോൾ ഇത് 1ാമത്തെ സിംഗിൾ ക്രോഷേ. അടുത്തത് ഇനി 2ാമത്തെ സിംഗിൾ ക്രോഷേ. നമ്മൾ ഫസ്റ്റത് 2ാമത്തെ ചെയിനിലാണ് ചെയ്തത്. ഇനി 3ാമത്തെ ചെയിനിൽ വീണ്ടും ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്ക് വലിച്ചെടുക്കുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക. നമുക്ക് ഇവിടെ 2ാമത്തെ ചെയിൻ കിട്ടി. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഇപ്പോൾ 2ാമത്തെ ചെയിനാണ് ഇവിടെ 3 4 5 6 7 8 9 ചെയിനാണ് കിട്ടുക. ഫസ്റ്റ് നമ്മൾ 10 ചെയിൻ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കിട്ടുക 9 സിംഗിൾ ചെയിനാണ്. അപ്പോൾ അടുത്തതിൽ ഞാൻ ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുന്നു, വലിച്ചെടുക്കുന്നു, യാൺ ഓവർ ചെയ്യുന്നു, 3ാമത്തെ സിംഗിൾ ക്രോഷേ. അടുത്തത് ഇൻസേർട്ട് ചെയ്യുന്നു, 4ാമത്തെ സിംഗിൾ ക്രോഷേ. അപ്പോൾ ഇതുപോലെ ഞാൻ 9 എണ്ണം ചെയ്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് അടുത്ത ഒരു ലെയർ കൂടെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ലാസ്റ്റത്തെ സിംഗിൾ ക്രോഷയാണ് ഞാനിവിടെ ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എത്രയാണ് കിട്ടിയിട്ടുള്ളതെന്ന്. ഇതുപോലെ ഈ വി ഉള്ള ചിഹ്നം നമ്മൾ നോക്കാം. 1 2 3 4 5 6 7 8 ആൻഡ് 9. അപ്പോൾ നമുക്കിവിടെ താഴത്തെ ലെയറിൽ നമ്മൾ 10 ചെയിൻസാണ് ചെയ്തിട്ടുള്ളത്. അതിന് ബാലൻസ് ചെയ്യാൻ നമുക്കിവിടെ ഒരു ചെയിനും കൂടെ ചെയ്യാം. അപ്പോൾ 10 എണ്ണമായി. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതുപോലെ തിരിച്ചെടുക്കാം. നമ്മൾ ഇവിടെ ബാക്ക് സൈഡിലാണ് നെക്സ്റ്റ് ലൈൻ ചെയ്യുന്നത്. അടുത്തത് ഇതുപോലെ തന്നെ സെയിം ലൂപ്പിൽ നമ്മൾ ഒരു ലൂപ്പ് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, അവിടെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും ഇത് തന്നെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അടുത്ത ലൈൻ ചെയ്യുക, ഇവിടെ സിംഗിൾ ക്രോഷേ ചെയ്യുക, വീണ്ടും അടുത്ത ലൈൻ ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ. അപ്പോൾ ഇവിടം വരെ ചെയ്ത് കാണിക്കാം. എന്നിട്ട് ലാസ്റ്റ് എങ്ങനെയാണ് അത് ഫിനിഷ് ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചിട്ട് നമ്മുടെ ക്ലാസ് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. കണ്ടില്ല, നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ ഈ ഒരു ലൂപ്പ് കൂടെ നമ്മൾ വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ 2 ലൂപ്പ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരണം. ഇത് വലിച്ചെടുക്കുക, വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ ആയിട്ട് ചെയ്യാം. ഇത് ഞാൻ ത്രെഡ് കുറച്ച് ലെങ്ത്ത് കുറവായി എടുത്തത്. എന്നിട്ട് നമുക്ക് അടുത്തൊരു ചെയിൻ ചെയ്തിട്ട് വേണം വീണ്ടും തിരിച്ചിട്ട് ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ സെയിം ലെങ്ത്തിലും വിഡ്ത്തിലും നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ എന്നാ ചെയ്യാം, ഞാനിവിടെ ഇത് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു എക്സ്ട്രാ ഒരു നോട്ട് കൂടെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തിട്ട് നമുക്ക് വൈൻഡ് ചെയ്യാം. ഇതിവിടെ ടൈറ്റായി. നിങ്ങൾക്ക് ഇവിടെ വലിച്ചെടുത്തിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ ഇതിവിടെ ടൈറ്റായി. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലൂപ്പ് ഫുള്ളായിട്ട്
വലിച്ചൂരി എടുക്കാൻ പറ്റും. നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അത് ശരിയാക്കി എടുക്കാൻ പറ്റും. അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഞാനിവിടെ ഒരു 10-12 ചെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഹുക്ക് ഊരി എടുത്തിട്ട് ഇതുപോലെ വലിച്ചെടുത്താൽ മൊത്തമായിട്ട് ഇതുപോലെ പുറത്തോട്ട് വരും. അതിന് പകരം നമ്മൾ ഒരു ചെയിൻ ചെയ്യുന്നു, എന്നിട്ട് ഇതുപോലെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിവിടെ ടൈറ്റായി. ഇത് പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ പ്രോജക്റ്റ് കഴിഞ്ഞിട്ടും ഈ ഒരു നോട്ട് എഴുതിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇന്നത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ചെയിൻസും സിംഗിൾ ക്രോഷ്യൊക്കെ ഒരു പ്രോജക്റ്റിൻ്റെ ഏറ്റവും ബേസിക്കും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ സ്റ്റിച്ചുകളൊക്കെയാണ്. അപ്പം ഇത് നമുക്കില്ലാണ്ട് നമുക്ക് ക്രോഷ്യ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഒരു ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന അത്രയും നമ്മുടെ കൈ ഇത് ഈസി ആയിട്ട് വരും. നമുക്ക് ആദ്യത്തെ കുറച്ച് പ്രോജക്റ്റുകളിലൊക്കെ അതുപോലെ ടെൻഷനൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഓരോ സ്റ്റിച്ച് ഓരോ തരത്തിലൊക്കെ ആയിരിക്കും. നമുക്ക് ഈവൺ ആയിട്ടുള്ള സ്റ്റിച്ചൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.